ശ്രീ എ പി അൽകുമാർ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥനയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അവസാനത്തെ ഡിമാൻഡാണ്. ഏറ്റവും സമൂഹത്തിലെ അവസാനത്തെ ജനവിഭാഗങ്ങളുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ബഹുമാന്യ മന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പട്ടികജാതി പട്ടികവർഗ വകുപ്പിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്നതാണ് പിന്നോക്കക്ഷേമ വകുപ്പ്. 2011 മുമ്പും പിന്നോക്കക്ഷേമ വകുപ്പ് നമുക്കുണ്ട്. പക്ഷേ പിന്നോക്കക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് BCDC എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒന്നായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് അതിന് ഡയറക്ടറേറ്റ് ഉണ്ടാക്കി, റീജിയണൽ ഡയറക്ടറേറ്റ് ഉണ്ടാക്കി, സെക്രട്ടേറിയറ്റ് തന്നെ അതിന് ഭരണ സംവിധാനം ഉണ്ടാക്കി, ഒരു വകുപ്പാക്കി രൂപം കൊടുത്തതും ആ വകുപ്പിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതും അതിനുവേണ്ടി പ്ലാൻ ഫണ്ട് നീക്കിവെച്ചതും ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത്, SC/ST വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. OBC വിഭാഗത്തിൽ നമുക്ക് മുസ്ലിം, ഈഴവ, മൈനോറിറ്റി കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ നമ്മളാരും ഈ സഭ പലപ്പോഴും വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്ത പല വിഭാഗങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സമുദായങ്ങൾ സർ ഇന്ന് OBCയിലുണ്ട്. അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് എന്ന് പറയുന്ന മറ്റ് പിന്നോക്ക ഹിന്ദു ജനവിഭാഗങ്ങൾ, അവരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. വിശ്വകർമ്മത്തിൽ അതിലാണ്, പത്മശാല ഉൾപ്പെടെയുള്ള 30ഓളം ചെറിയ വിഭാഗങ്ങൾ അതിനകത്താണ്. അവരുടെ എണ്ണവും വണ്ണവും നോക്കി അവരെ ഹാൻഡിൽ ചെയ്യുന്നൊരു രീതിയാണ് തുടർന്ന് വന്നിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടി സർ, ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനത് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു, ഉമ്മൻചാണ്ടി അത്തരം ചെറിയ ജനവിഭാഗങ്ങളെപ്പോലും അഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അവരുമായി നിരന്തരം മീറ്റിങ്ങുകൾ വിളിക്കുകയും ചെയ്ത കാര്യങ്ങൾ ഓർക്കുകയാണ് സർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചു. അത് അങ്ങേക്കത് ഫയൽ നോക്കിയാൽ മനസ്സിലാവും. അത്തരം കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണം സർ. കാരണം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന വലിയ ജനവിഭാഗമാണ്. നമുക്കറിയാം, സ്വർണ്ണപ്പണി ചെയ്യുന്നവർ, ഞാൻ സമയപരിമിതി കൊണ്ട് അധികം പറയുന്നു സർ, സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരമ്പരാഗത തൊഴിലുകൾ നഷ്ടപ്പെട്ടു. ഇന്ന് ഫാക്ടറി പോലെയാണ് സ്വർണ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, മെഷീൻ വർക്കാണ് മുഴുവൻ. അതുകൊണ്ട് തന്നെ പാരമ്പര്യ തൊഴിലില്ല, വളരെ വലിയ പ്രയാസം അനുഭവിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ഒരു പിന്തുണ UDF ഗവൺമെൻറ് അന്ന് കൊടുത്തു. സംഭരണം വരെ നമുക്ക് വിശ്വകർമ്മകർക്ക് അന്ന് കൊടുക്കുകയുണ്ടായി സർ. അതേ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമുക്കറിയാം സർ, കാർപ്പൻ്റർ, ആശാരിപ്പണി ചെയ്യുന്നവർ, മരപ്പണി ചെയ്യുന്നവർ. അവരുടെ അവസ്ഥ എന്താ സർ? വളരെ വലിയ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സർ. അവരെത്രയുണ്ട്, അവരുടെ സാമൂഹിക അവസ്ഥ എന്തുകൊണ്ട്, സാമ്പത്തിക സാഹചര്യം എന്താണ്, നമ്മൾ ആരും പരിശോധിക്കാറില്ല. അവർക്ക് നൽകേണ്ട പിന്തുണ നൽകാൻ നമുക്ക് ഒരു ഗവൺമെൻറ്റിന് കഴിയണം സർ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, 2011 മുമ്പുള്ള LDF UDF ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടില്ല. 2016 ശേഷം വന്ന നിങ്ങളുടെ ഗവൺമെൻറ്റും അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാനത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുപോലെ സർ, മൺപാത്ര നിർമ്മാണം വളരെ പാവപ്പെട്ട ജനവിഭാഗമാണ്. ഈ നിർമ്മാണങ്ങളൊക്കെ തന്നെ സർ, പ്രൊഡക്ഷൻ മാത്രമല്ല സർ, ഇതൊരു കല കൂടിയല്ലേ. മൺപാത്ര നിർമ്മാണം എന്ന് പറയുമ്പോൾ അതൊരു കല കൂടിയാണ്. ശില്പ നിർമ്മാണം പോലെ, ചിത്രകല പോലെ എത്ര മനോഹരമായിട്ടാണ് സർ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ആ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ സർ? UDF ഗവൺമെൻറ് ആദ്യമായി 25,000 രൂപ വെച്ച് അവർക്ക് ഗ്രാൻഡ് കൊടുത്തു, സൗജന്യ ഗ്രാൻഡ്, തിരിച്ചടയ്ക്കാത്ത. പക്ഷേ പിന്നീട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് നൽകിയില്ല സർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സർ, നമുക്കൊരാലയിൽ ഇരുമ്പ് ചൂടാക്കി അടിച്ചൊതുക്കി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താ സർ? ഇന്ന് അത്തരത്തിലുള്ള ആലകൾ നമുക്ക് കാണാൻ കഴിയും സർ. അതുകൊണ്ട് അവരെല്ലാം സമ്പന്നരായി എന്നാണോ? അല്ല, അവർ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകണം. അങ്ങനെ വിവിധ വിഭാഗങ്ങൾ, പത്മശാല വിഭാഗം എന്ന് പറയുന്നത് നെയ്ത്ത് തൊഴിലാക്കിയിട്ടുള്ളവരാണ് സർ. അവരുടെ ആവശ്യങ്ങൾ നിരന്തരം പറഞ്ഞപ്പോൾ 30 സമുദായങ്ങൾ, അത്തരത്തിലുള്ള സമുദായങ്ങളെ ഒരു ലിസ്റ്റിലാക്കി, ഒരു ഷെഡ്യൂൾഡ് ഉണ്ടാക്കി, അതിനകത്ത് ആ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള OECക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നൽകി സർ. ആ ആനുകൂല്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്, കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. അപ്പോൾ സർ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ചില വിഭാഗങ്ങളെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും സമൂഹത്തിൽ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ എണ്ണവും വണ്ണവുമല്ല, സമൂഹത്തിൽ ദുർബല ജനവിഭാഗങ്ങൾ ആരാണോ അവർ അഡ്രസ്സ് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയണം. അത് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആ കാര്യത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങ് പരിശോധിച്ചാൽ അങ്ങനെയൊക്കെ അത് മനസ്സിലാവും.
വിശ്വകർമ്മജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഒന്ന്, ഞാനിപ്പോൾ ഓർക്കുന്നു, റെസ്ട്രിക്റ്റഡ് അവധി. അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിയന്ത്രിത അവധി വിശ്വകർമ്മജ ദിനത്തിന് കൊടുത്തത് UDFന്റെ ഗവൺമെൻറ്റാണ്. അവർക്ക് ടൂൾ കിറ്റ് കൊടുക്കാനുള്ള തീരുമാനം വിശ്വകർമ്മജർക്ക് എടുക്കുന്നത് UDF ഗവൺമെൻറ്റാണ്. അതൊക്കെ അങ്ങെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല സർ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ആളുകളെ ഏതെല്ലാം രീതി സംരക്ഷിക്കുവാൻ കഴിയുമോ അവരൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് സർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, സമയപരിമിതി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് പറയാനുണ്ടെങ്കിലും അത് പറയുന്നില്ല. സർ, ഈ ദേവസ്വം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞാൽ ഇന്നും ആരൊക്കെ ഇവിടുന്ന് പറഞ്ഞു സർ, ദേവസ്വം നിയമനങ്ങൾ SC/ST മാത്രമല്ല സർ, നിയമം കൊണ്ടുവന്ന സംവരണം കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെയാണ് ശാന്തി നിയമനങ്ങൾ സംവരണം കൊണ്ടുവന്നത്. ഞാനത് പലപ്പോഴും പറഞ്ഞു, അത് UDFന്റെ കാലത്താണ്. പക്ഷേ ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ എൻ്റെ അടുത്തുള്ളൂ. ഒന്ന് സർ, UDF അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന 2015 നിയമം, പിന്നീട് UDFന്റെ കാലത്ത് തന്നെ കൊണ്ടുവന്ന റൂൾസ്, ഇത് രണ്ടും അങ്ങ് അനുവദിക്കുക ഞാൻ സഭയിൽ വെക്കാം സർ. ഇത് രണ്ടിനകത്തും വളരെ സ്പെസിഫിക്കായി പറയുന്ന ശാന്തി നിയമനങ്ങൾ UDFന്റെ കാലത്താണ്. എന്നിട്ടും വാസവൻ മന്ത്രിയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് 2016 ജനുവരിയിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ക്ഷണിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഇലക്ഷൻ വന്നതുകൊണ്ട് അന്ന് അത് പൂർത്തീകരിക്കുന്ന നിയമന നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ക്ഷണിച്ചതും നിയമനം നടത്തിയതും. ഞാൻ അംഗീകരിക്കുന്നു സർ. പക്ഷേ നിയമം കൊണ്ടുവന്നത് UDFന്റെ കാലത്താണ്. അതിൽ തർക്കം ഉണ്ടാവരുത്. വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അങ്ങേക്ക് ലഭിക്കൽ അങ്ങ് മന്ത്രിയാണ്. റൂൾസിന് ഞാൻ വഴങ്ങുന്നില്ല, 2 മിനിറ്റ്. റൂൾസിന്റെ കാര്യത്തിലും നിയമത്തിന്റെ കാര്യത്തിൽ പരിശോധിച്ചാൽ അത് ബോധ്യമാകും സർ. അപ്പോൾ അതുപോലെ തന്നെ സർ, ഇന്ന് നമ്മുടെ മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ അദ്ദേഹം അവസാനമായ ഒരു ഉത്തരവിട്ടു. നിയമമന്ത്രിയുടെ അല്ല, അദ്ദേഹത്തെ ഉത്തരവ് ഞങ്ങളൊക്കെ നിയമസഭയിൽ പലവട്ടം പറഞ്ഞതാണ്. ദേവസ്വം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോളേജുകളിൽ, ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിൽ നിർബന്ധമായി സംവരണം നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ സബ്മിഷൻ കൊടുത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു സമയമാകുമ്പോൾ അത് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് സർ. മന്ത്രിയും പലവട്ടം പറഞ്ഞു. പക്ഷെ മന്ത്രി പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഇതിനകത്ത് നിന്നോണ്ട സർ. സാർ, ഇതിനകത്ത് മന്ത്രി പറഞ്ഞു ഉത്തരവിറക്കി. ശരിയാണ് സർ, അദ്ദേഹം ഒരു ഉത്തരവിറക്കി, എക്സിക്യൂട്ടീവ് ഓർഡർ. നിലവിൽ ഒരു നിയമം നിലനിൽക്കുമ്പോൾ, നിയമമന്ത്രി ഇവിടെ ഇല്ല, നിലവിൽ ഒരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമത്തിനകത്ത് അമെൻമെന്റ് ചെയ്യാതെ എങ്ങനെയാണ് സർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നമുക്ക് ഇത് ഉത്തരവാക്കാൻ കൊണ്ടുവരാൻ പറ്റുക? അത് ജനങ്ങളെ വിഡ്ഢികളാക്കലാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സഭയിൽ യഥാർത്ഥത്തിൽ നിങ്ങളത് കൊണ്ടുവരണമായിരുന്നു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ സംവരണം സംവരണം എന്ന് പറയുന്നത് SC/ST മാത്രമല്ല സർ. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ധരിക്കും. അങ്ങനെയല്ല, OBCക്ക്, OECക്ക്, SC/ST വിഭാഗങ്ങൾക്ക് ഒക്കെ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ആ സംവരണം കൊണ്ടുവരാൻ നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ നിയമസഭയിൽ നിങ്ങൾ നിയമം കൊണ്ടുവരണ്ടേ? ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കില്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പം നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഉത്തരവിട്ടിറക്കിയ എന്താ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ കാണിക്കുന്നത് മുഴുവൻ ഈ ഉപരിപ്ലവമായ സംസാരത്തിനപ്പുറത്ത് ഈ ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു നിലപാടില്ല. സമീപനം ഉണ്ടാവണം സർ. സമീപനമാണ് നമ്മളെ നടപടിയിലേക്ക് നയിക്കുക. നിങ്ങളുടെ സമീപനം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നോക്ക വിരുദ്ധ സമീപനമാണ് ഈ ഗവൺമെൻറ് സമീപനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ താല്പര്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. ഈ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത നിയമസഭ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിയമസഭ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ പറയാൻ പാടില്ല ഓർഡിനൻസിൻ്റെ കാര്യം, അടുത്ത നിയമസഭയിൽ നിങ്ങളിത് ഈ നിയമം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. അല്ലാതെ പ്രാക്ടിക്കലല്ല. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു, പാലക്കാട് മെഡിക്കൽ കോളേജ്. സർ, പാലക്കാട് മെഡിക്കൽ കോളേജ് അവർ പറഞ്ഞു UDFന്റെ കാലത്താണ് കൊണ്ടുവന്നത്. ഇപ്പം ഞങ്ങൾ എല്ലാം ചെയ്തു സർ. UDFന്റെ കാലത്ത് വന്ന് 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു. എന്താ സർ? സർ, ഒരു 2 മിനിറ്റ് സർ. UDFന്റെ 8 വർഷം കൊണ്ട് ഇതുവരെ IP തുടങ്ങിയില്ല. ശാന്തകുമാരി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. 8 വർഷം കൊണ്ട് പാലക്കാട് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സമരം അങ്ങേക്ക് അറിയാലോ, പാലക്കാട്ടുകാർക്ക് അറിയാലോ, അവിടെ സമരം, ഞാൻ നിങ്ങളെ പറയും, അവിടെ സമരം നടക്കുകയാണ്, കുട്ടികൾ സമരത്തിലാണ്. 8 വർഷം കൊണ്ട് എന്താ സാർ IP തുടങ്ങാൻ കഴിയാത്തത്? മെഡിക്കൽ കോളേജ് എങ്ങനെ റൺ ചെയ്യണമെന്ന് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നില്ല സാർ. ഈ ഗവൺമെന്റ് സമീപനം കൊണ്ടല്ല അത് ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം SC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടപ്പാക്കുന്നു. ഞാൻ പലവട്ടം പറഞ്ഞാണ്, 86,000 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. കിഫ്ബി എന്ന് പറയുന്നത് എന്താ സാർ? കിഫ്ബി തിരിച്ചോടെ ഇടുന്ന സാർ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നാണ്.
ആ ബഡ്ജറ്റിൽ നിന്ന് തിരിച്ചടയ്ക്കേണ്ട 86,000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ ഒരു 250 കോടിയെങ്കിലും ഇതിനെ നീക്കി വെച്ചിരുന്നെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? നിങ്ങൾ ചെയ്തോ? അവിടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഗവൺമെന്റ് യാതൊന്നും ചെയ്തില്ല സർ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങളായാലും ഈ ഗവൺമെന്റിന്റെ സമീപനം എന്ന് പറയുന്നത് ദളിത് വിരുദ്ധ സമീപനമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ലൈഫ് മിഷൻ ഒറ്റ വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കുക, അങ്ങേക്കും ബോധ്യമാവും. ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കുകയാണ്. അതിൻ്റെ എങ്ങനെയാണ് ഗുണഭോക്തൃ വിഹിതം, ത്രിതല പഞ്ചായത്തുകൾ എങ്ങനെയാണ്, അതുപോലെ ഗവൺമെന്റ് എന്താണ് കൊടുക്കുന്നത്? ഗവൺമെന്റ് കൊടുക്കുന്നത് 1 ലക്ഷം രൂപ. പിന്നെ എടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുമെന്ന് പറയുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ സർ, 1 ലക്ഷം രൂപ ഓരോ ഗുണഭോക്താവിനും കൊടുക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഫണ്ടിൽ എടുത്താണ് കൊടുക്കുന്നത്. അത് SC വിഭാഗങ്ങൾക്ക് ആ ഫണ്ട് കൊടുക്കണ്ടേ? 1126 കോടി രൂപ പട്ടികജാതി വകുപ്പിൽ നിന്ന്, പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇക്കഴിഞ്ഞ കാലം കൊണ്ട് ലൈഫ് മിഷനിലേക്ക് കൊടുത്ത് ആ പണം എടുത്താണ് സർ ലൈഫ് മിഷൻ SC വിഭാഗം ഗുണഭോക്താക്കൾക്ക് ഇന്ന് ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ SC വിഭാഗത്തിലൊഴികെ എല്ലാവർക്കും ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നു. 1 ലക്ഷം രൂപ വെച്ച് ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്നു ജനറൽ കാറ്റഗറിക്ക്. എന്നാൽ SC കാറ്റഗറിക്ക് കൊടുക്കുന്ന ആ 1 ലക്ഷം രൂപ SC പ്ലാൻ ഫണ്ടിലൂടെ SCക്ക് അനുവദിച്ച പണം എടുത്ത് കൊടുക്കുകയാണ് സർ. അവിടെ ഈ വിഭാഗത്തെ ചതിക്കുകയല്ലേ സർ? നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ആ പൈസ നിങ്ങൾ അവരെ ഡിപ്പാർട്ട്മെന്റ് ചെലവഴിക്കട്ടെ. ജനറൽ വിഭാഗത്തിന് പോലും 1 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ലൈഫ് മിഷൻ പദ്ധതിക്ക് SC വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല? നിങ്ങളിത് രാഷ്ട്രീയമായി കാണരുത്. ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ്. അത് ലഭിക്കുന്ന കാര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഡിമാൻഡുകളെ എതിർക്കുകയാണ് സർ.